ഷെയ്ഖ് ഇമാമുദ്ദീൻ ദംഗി പറഞ്ഞതായി ഷെയ്ഖ് അലി സൂരി ഉദ്ധരിക്കുന്നു. ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ സംസാരിച്ചവരാണ്. ഗർഭാശയത്തിൽ നിന്ന് ഉമ്മക്ക് സലാം ചൊല്ലി, അസ്സലാമു അലൈക്കി യാ ഉമ്മി എന്ന് സലാം ചൊല്ലി. അത് കേട്ട് മഹദി സലാം മടക്കി മകനോട് ചോദിച്ചു, മകനെ എന്താണ് പേര്? എന്റെ പേര് അഹ്മദ് എന്നാണ്. മകൻ ഉമ്മയോട് ചോദിച്ചു, അങ്ങ് എന്താണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്? അള്ളാഹുവിന്റെ റഹ്മത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞു പറഞ്ഞു, റഹ്മത്ത് ലഭിക്കാൻ 7 മാർഗങ്ങളുണ്ട്. 1, സിദ്ഖുൽ യഖീനോട് കൂടിയുള്ള ശരിയായ കരുത്ത്, സത്യസന്ധമായ വിശ്വാസദാർഢ്യം, ശരിയായ മനക്കരുത്ത്. 2, 5 വഖത്ത് നിസ്കാരം ശ്രദ്ധിക്കുക. 3, സാധുജനങ്ങൾക്ക് സഹായം ചെയ്യുക. 4, ഹൃദയം ശുദ്ധമാക്കുക, ആരെയും വഞ്ചിക്കാതിരിക്കുക. 5, പരദൂഷണം പറയാതിരിക്കുക. 6, ഹറാമുകൾ ഒഴിവാക്കുക. 7, അന്യപുരുഷന്മാരെ നോക്കാതിരിക്കുക. ഗർഭസ്ഥ ശിശുവിന്റെ വിശദീകരണം മാതാവിനെ അത്ഭുതപ്പെടുത്തി. അവർ പറഞ്ഞു, ഈസ നബിയെപ്പോലെ വയറ്റിൽ നിന്ന് സംസാരിക്കുന്ന കുട്ടി അത്ഭുതം തന്നെ. അപ്പോഴാണ് ഉമ്മയുടെ സഹോദരൻ ഷെയ്ഖ് മൻസൂർ സാഹിദ് കടന്നു വന്നത്. ഷെയ്ഖ് സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ വയറ്റിൽ നിന്ന് സംസാരിക്കുന്ന ഈ കുട്ടി ലോകത്തെ മശായിഖന്മാരുടെ ഷെയ്ഖാണ്. അവിടത്തെ വിലായത്തിന്റെ വെളിച്ചം കൊണ്ട് ലോകം എല്ലാം പ്രകാശിക്കും. അവിടത്തെ കാരണത്താൽ മലക്കുകൾ ആകാശലോകത്തും സ്വാലിഹീങ്ങൾ ഭൂമിയിലും സന്തോഷിക്കും. പിശാചുക്കളും ദുർവൃത്തരും പരിഭ്രമചിത്തരാകും. അവിടത്തെ പ്രകാശം എല്ലാ ഔലിയാക്കളെയും പൊതിയും. അസൂയാലുക്കളും അക്രമകാരികളും അവരുടെ കുതന്ത്രങ്ങളും തകർന്ന് തരിപ്പണമാകും. അവിടത്തേക്ക് അള്ളാഹു ഉന്നത വിജയം പ്രദാനം ചെയ്യും. സഹോദരി, നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ സന്തോഷിച്ചു കൊള്ളുക. അർ-റൗദുൻ നളീർ, പേജ് 17. പുണ്യ റൗള ഷരീഫിൽ ഹിജ്റ 555 അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ റൗള ഷരീഫിൽ നിന്നും പ്രകടമായ കറാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. അബൂ ഹഫ്സ് ഉമറുൽ ഫാറൂസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബുൽ ഹസൻ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലായിരുന്നു. സദസ്സിൽ ധാരാളം ഔലിയാക്കളും പ്രമുഖരും ഉണ്ടായിരുന്നു. അവർ ആത്മീയ വിഷയങ്ങൾ സംബന്ധമായ ചർച്ചകളിലാണ്. ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അല്ലാഹു അക്ബർ! യാഥാർത്ഥ്യം വെളിവായിരിക്കുന്നു, സത്യം വ്യക്തമായിരിക്കുന്നു, തിരുസന്നിധിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഓ അഹ്മദ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ക്ഷണമുണ്ട് എന്ന് ഉറക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ സദസ്സിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അങ്ങ് പറയുന്നത് എന്തും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് അവർ അറിയിച്ചു. വളരെ താമസിയാതെ ഒരു സംഘവുമായി ഹജ്ജിനും സിയാറത്തിനുമായി മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ഹിജ്റ 55 ആയിരുന്നു ഇത്. ഹജ്ജിന് ശേഷം മദീനയിൽ എത്തിയ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഹുജ്റത്തു ഷരീഫക്ക് മുന്നിൽ എത്തിയപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് തന്റെ പിതാമഹന് സലാം ചൊല്ലി. ഉടനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ നിന്നും വഅലൈക്കുമുസ്സലാം യാ വലദി എന്ന് സലാം മടക്കുന്നതായി കേട്ടു. സ്നേഹത്തിൽ ലയിച്ചു. കുറെ നേരം അവിടെ ഇരുന്നു. പിന്നീട് എഴുന്നേറ്റ് നിന്ന് കണ്ണീരൊലിപ്പിച്ചു ഒരു കീർത്തനം ആരംഭിക്കുകയുണ്ടായി. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി فهذه نوبة الأشباح قد حضرت فامدد يمينك كي تحظى بها شفتي. വിദൂരസ്ഥനായിരിക്കെ ഞാൻ എൻ്റെ ആത്മാവിനെ പറഞ്ഞയച്ചിരുന്നു, എനിക്ക് പകരക്കാരനായി അങ്ങയുടെ പുണ്യഭൂമി ചുംബിക്കുവാൻ. ഇപ്പോൾ ഇതാ ഞാൻ തന്നെ അങ്ങയുടെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്നു. എനിക്ക് ആ വലതു കരമൊന്ന് നീട്ടിത്തരണം. എനിക്കൊന്ന് ചുംബിക്കാൻ വേണ്ടി, ഞാൻ ഭാഗ്യവാനാകാൻ വേണ്ടി. ഇതാണ് കീർത്തന കാവ്യം. അപ്പോൾ തന്നെ തിരുഹുജറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ കരം പുറത്തേക്ക് നീട്ടി. അതിന്റെ നൂർ മസ്ജിദുൻ നബവി മുഴുവൻ പ്രകാശിച്ചു. റിഫായി ഷെയ്ഖ് മധുവരുവോളം ചുംബിച്ചു. അവിടത്തെ കൈപിടിച്ചു ബൈഅത്ത് ചെയ്തു. ജനങ്ങൾക്ക് വഅള് പറഞ്ഞു കൊടുക്കാനും ആത്മീയമായി സംസ്കരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകി. നിങ്ങൾ കാരണമായി അള്ളാഹു ആകാശഭൂമിയിലുള്ളവർക്ക് ഗുണം ചെയ്യും. ഈ ബൈഅത്ത് നിങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരകളിലും മുറിയാതെ നിലനിൽക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു.
ഒരു വ്യാഴാഴ്ച അസറിന് ശേഷമായിരുന്നു ഈ സംഭവം. ആ വർഷം പുണ്യഭൂമിയിൽ ഹജ്ജിനെത്തിയ 1,00,000-ഓളം പേർ ഈ കറാമത്തിന് സാക്ഷികളായിരുന്നു. അവരിൽപ്പെട്ടവരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഷെയ്ഖ് അദിജ് ബിൻ മുസാഫിർ, ഷെയ്ഖ് ഹയാത്ത് ബിൻ ഖൈസ്, ഷെയ്ഖ് അലിജ് ബിൻ ഖമീസ്, ഷെയ്ഖ് അലി ത്വബരി, ഷെയ്ഖ് അഹ്മദ് ബിൻ മഹ്മൂദ് റബാഇ, ഷെയ്ഖ് അബ്ദുൾ റസാഖ് ബിൻ മുഹമ്മദ് ഹുസൈൻ വാസുത്തി, ഷെയ്ഖ് മൻസൂറിന്റെ മകൻ ഷെയ്ഖ് അഹ്മദ് റംഷിദ് അൻസാരി, അമീർ അസറുദ്ദീൻ, ഷെയ്ഖ് ഷരീഫ് ഹസൻ ബിൻ മുഹമ്മദ് ഹുസൈനി, ഷെയ്ഖ് അബൂ സമീർ ഹാഷിമി വാസുത്തി തുടങ്ങിയവർ അവരിൽ പ്രമുഖരാണ്. തദ്കിറത്തുൽ റിഫാഇ പേജ് 160. ഷെയ്ഖ് അലി ഇബ്നുൽ ഇദ്രീസിൽ യഅഖൂബി ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് ചുംബിക്കാനുള്ള പ്രത്യേക തൗഫീഖ് മുഖേന ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ബഹുമാനിച്ചു. സദസ്സിൽ ഞാനുമുണ്ടായിരുന്നു. ഖിലാദത്തുൽ ജവാഹിർ പേജ് 17. ഈ സംഭവം നടന്ന ദിവസമാണ്. അതിന് ദൃക്സാക്ഷിയായി ഷെയ്ഖ് ഹയാത്ത് ബിൻ ഖൈസുൽ ഹിറാനി അഹ്മദുൽ കബീർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖദർ അലൈഹിസ്സലാമിൽ നിന്നും ഖിർഖ സ്വീകരിച്ചത്. റിഫായി ഷെയ്ഖ് വഫാത്ത് വർഷം ഒരിക്കൽ കൂടി ഹജ്ജിന് പോവുകയും റൗള ഷരീഫിൽ ചെന്ന് വിനയത്തോടെ ഒരു പദ്യം ആലപിച്ചപ്പോൾ അതിന് മറുപടി ലഭിക്കുകയും ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഖിലാദത്തുൽ ജവാഹിർ. മുത്തുനബിയുടെ തിരുകരം ചുംബിക്കാൻ അവസരം ലഭിച്ചത് റിഫായി ഷെയ്ഖിന്റെ മഹത്തായ കറാമത്തായി എണ്ണപ്പെടുന്നു. ഇതിനെ സംബന്ധിച്ച് ഇമാം സുയൂത്തി, ഷെയ്ഖ് അബ്ദുൽ കരീം റാഫിഇ, ഷെയ്ഖ് ഇബ്രാഹിം ബക്കരി, മുഹമ്മദ് ആലൂസി, സയ്യിദ് അബുൽ ഹുദ സയ്യാദി എന്നിവർ പ്രത്യേക രചനകൾ നടത്തിയിട്ടുണ്ട്. ഇമാം ത്വബരി, ഷെയ്ഖ് സിറാജുദ്ദീൻ റിഫാഇ എന്നിവരുടെ പദ്യഗ്രന്ഥങ്ങളിലും ഈ സംഭവം പരാമർശിച്ചിട്ടുണ്ട്. തദ്കിറ ഹദറത്ത് റിഫാഇ. ഇമാം സുയൂത്തിയുടെ വരികളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനും പ്രസിദ്ധനുമായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ മുത്തുനബിയുടെ തിരുകൈ ചുംബിച്ച സംഭവത്തെ സംബന്ധിച്ച് എനിക്ക് ചോദ്യം ലഭിച്ചു. ഇത്തരം സംഭവം സാധ്യമാണോ? ഇതിന്റെ പരമ്പര സഹീഹാണോ? അതിന് മറുപടി പറയാൻ ഞാൻ എഴുതിയതാണ് അഷ്റഫുൽ മുഹ്തദ് ഫീമാ മന്നല്ലാഹു ബിഹി അലാ സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഇ മിൻ തഖ്ബീൽ യദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥം. മുത്തുനബിയും അമ്പിയാക്കളും ഇപ്പോഴും ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് അനിഷേധ്യമായി അറിയപ്പെട്ടതാണ്. അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട്. നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്. അമ്പിയാക്കളുടെ ഹയാത്ത് വിശദീകരിച്ച് മാത്രം ഞാൻ ഒരു കൃതി എഴുതിയിരുന്നു. പ്രമാണങ്ങളെല്ലാം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചിലത് മാത്രം ഞാൻ ഇവിടെ ഉദ്ധരിക്കാം. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തന്റെ ഹില്യത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹിസ്സലാമയുടെ ഖബറിനടുത്തുകൂടി നടന്നു പോയപ്പോൾ അവർ ആ ഖബറിൽ നിസ്കരിക്കുന്നതായി കാണാനിടയായി. അബൂ യഅല മുസ്നദിൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് അമ്പിയാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വവും രക്തസാക്ഷിത്വവും ഒരുമിച്ച് കൂടിയിരുന്നു. മുമ്പ് ബാധിച്ച വിഷം കാരണമാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ ജീവിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ ഭാവിക്കരുത്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരുമാണ്. അമ്പിയാക്കൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അതിനെ സംബന്ധിച്ച് പലരും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുപോയ അമ്പിയാക്കളെ കാണുകയും അവരുമായി നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാം ചെല്ലുന്ന സ്വലാത്തും സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുന്നു. അവിടുത്തെ റൗളയിൽ എത്തുന്നു. അവിടത്തേക്ക് സലാം പറയുന്നവർക്ക് സലാം മടക്കുകയും ചെയ്യും. ഇതെല്ലാം മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. പിന്നെയും ധാരാളം തെളിവുകൾ പറഞ്ഞു. ഷെയ്ഖ് റിഫാഇക്ക് കിട്ടിയ ഈ കറാമത്ത് നിഷേധിക്കുവാൻ പറ്റുന്നതല്ല എന്ന് സമർത്ഥിക്കുകയുണ്ടായി. അത് നിഷേധിക്കൽ പരാജയത്തിന് കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഖിലാദത്തുൽ ജവാഹിർ പേജ് 158. റബ്ബേ, റിഫായി ഷെയ്ഖിന്റെ യഥാർത്ഥ മുരീദന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും തന്ന് അനുഗ്രഹിച്ചു. രോഗങ്ങളെല്ലാം ശിഫയാക്കി ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തന്ന് അവസാനം നല്ല നിലയിൽ ഈമാനോടെ മരിച്ചു. ഞങ്ങളുടെ ഷെയ്ഖന്മാരോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി നിന്റെ ഹദ്റത്തിലെത്താൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.